ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 3 ഓഫ് ആ മൂന്നാർ വ്ളോഗ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ എവിടെ നിർത്തിയെന്ന് വെച്ചാൽ ഒരു സൺറൈസ് വാലിക്കാണ് നമ്മൾ പോയത്, കൊൽക്കുമലൈ. അപ്പോൾ അവിടുന്ന് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേ എന്നൊക്കെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലക്കം വാട്ടർഫോൾസാണ് കാണാനായിട്ട് പോയത്. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്, ഒരാൾക്ക് വെച്ചിട്ട് 50 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഈ വാട്ടർഫോൾസിലൊക്കെ നല്ല രസമാണ്. നമ്മൾ ചെരുപ്പ് കൂരി കുറച്ചൊക്കെ നനയാനായിട്ടൊന്ന് റെഡി ആയിട്ട് ഒക്കെ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ വീഴുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ. കുറച്ച് ഫണ്ണാണ്. പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് വന്നത്. കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടെ കുറേ കളിച്ചതിന് ശേഷം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒച്ച സമയം ഉണ്ടായിരുന്നു, എന്തായാലും ലഞ്ച് കഴിക്കാനായിട്ട് ടൈമായി. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ചോറ്, റൈസ് മീലാണ് നമ്മൾ വാങ്ങിച്ചത്. കൂടെ നമ്മൾ മീൻ വറുത്തതും ബീഫും അങ്ങനെ കുറച്ച് സൈഡ് ഡിഷും കൂടി എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ നെക്സ്റ്റ് പോയൊരു സ്ഥലം എന്ന് വെച്ചാൽ ആനക്കോട്ടപ്പാറ പാർക്കാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചിട്ട് എന്താ ഉള്ളതെന്ന് എനിക്ക് പറയാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അധികം അറിയില്ല. ഇവിടെ കുറേ ഇങ്ങനത്തെ പണ്ടത്തെ റിമെയിൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കേവ് പോലത്തെ. ഇതിനെ കേവ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ കറക്റ്റ് വേർഡ് എനിക്ക് അറിയില്ല. ബട്ട് അങ്ങനെയൊക്കെ കുറേ ഒരു എന്താ പറയുക, പണ്ടത്തെ കുറേ റിമെയിൻസ് ആയിരുന്നു ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മിക്ക സ്ഥലത്തും ഇങ്ങനെ ചെടികളൊക്കെ വളർന്നിട്ട് ഒരു കാട് പിടിച്ചൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ റോക്കി സർഫസ് ആണുള്ളത്. ഇവിടെ കുറേ ഫോട്ടോജനിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ചൊരു ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു വ്യൂവും കൂടിയും കിട്ടുന്നുണ്ടായിരുന്നു ആ ഒരു ടോപ്പിൽ നിന്ന്. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോകുന്ന വഴിയിൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഡ്രൈവ് സേഫായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ആ ഒരു പച്ചപ്പൊക്കെ കാണാനുണ്ടായിരുന്നു. നല്ലൊരു ഗ്രീനറി ആയിട്ട് ഈ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ വണ്ടി സൈഡാക്കി കുറച്ച് ഫോട്ടോസ് എടുത്ത് ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിലെത്തിയപ്പോൾ രാത്രിയായി. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തത് ചിക്കനായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.